അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനൊക്കെ? എല്ലാവർക്കും സുഖമല്ലേ? നമുക്ക് കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ. റാഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട്. നിങ്ങളെല്ലാവരും കൂട്ടാൻ വർത്താനം വിശേഷമൊക്കെ കമൻറ്റിൽ കൂടെ പറയാൻ മറക്കല്ലേ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ, ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബെല്ലും അമർത്തി കൊടുത്തിട്ട് ഓൾ ഓപ്ഷൻ നോക്കി കൊടുക്കാനൊന്നും നിങ്ങളാരും മടിച്ച് നിൽക്കലും. ഇൻഷാ അല്ലാ, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് റവയും തേങ്ങയും വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു സ്നാക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് റെഡിയായി കിട്ടാവുന്ന ഒരു സ്നാക്കാണ് കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ തേങ്ങ ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരുപാടൊന്നും വേണ്ട, ഒരു 2 പൂള് തേങ്ങ ഒക്കെ മതിയാവും കേട്ടോ. ഒന്നുകിൽ നിങ്ങൾക്കിത് ചിരകി എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതാ ഇത്രയും ആവശ്യമുള്ളൂ നമുക്ക് തേങ്ങ. നമ്മൾ ചെറിയൊരളവിലാണ് ഉണ്ടാക്കുന്നത്. അത് തന്നെ അത്യാവശ്യം നമുക്ക് കഴിക്കാനുള്ള ഒരു സ്നാക്ക് ഉണ്ടാവും. നമ്മളിവിടെ റവ എടുത്തിട്ടുള്ളത് 250 ml കപ്പിൽ 1/2 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ കപ്പളവ് പറയുകയാണെങ്കിൽ 125 ml കപ്പാണെന്നുണ്ടെങ്കിൽ 1 കപ്പോളം റവ എടുത്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അത്രയും റവയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിലേക്കൊരു 2-3 പൂള് തേങ്ങ കൂടിയാണ് ആവശ്യമായിട്ട് വരുന്നത്. ഇനി നിങ്ങൾ പൂണ്ടെടുക്കാതെ ചിരവി എടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല, ചിരവി എടുത്താലും മതി. പക്ഷേ പൂണ്ടെടുക്കുമ്പോൾ ഒന്നും കൂടിയും ഇതിൻ്റെ ചെറിയ ചെറിയ പീസസ് നമുക്കൊന്ന് കടിക്കാൻ വേണ്ടിയിട്ട് കിട്ടും. അതിന് ശേഷം നമ്മൾ ഈ ഒരു പൂണ്ടെടുത്ത തേങ്ങയും അതുപോലെ തന്നെ എടുത്ത് വെച്ച റവയും അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂട്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പും ആഡ് ചെയ്തിട്ട് നല്ല പോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ആ ഒരു തേങ്ങ നമ്മൾ പൂണ്ടിട്ടതൊന്നും അറിയാത്ത രൂപത്തിലാവണ വരെ നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ. ഒട്ടും വെള്ളം ഒഴിക്കാതെയാണ് നമ്മളതൊന്ന് അടിച്ചെടുക്കുന്നത്. ഇനി നമുക്കിത് ഈ ഒരു പാത്രത്തിലേക്ക് തന്നെ മാറ്റി കൊടുക്കാം. അങ്ങനെ നമ്മളിത് ഈ ഒരു പാത്രത്തിലേക്ക് തന്നെ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല നനവോട് കൂടിയായ പോലെ ആയിട്ടുണ്ട്. നമുക്കിപ്പോൾ കണ്ടോ, ഈ ഒരു പുട്ടിനൊക്കെ നമ്മൾ പൊടി കുഴച്ചെടുക്കുമല്ലോ, ആ ഒരു രീതിക്ക് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിക്ക് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു മുട്ടയാണ്. മുട്ട ചെറിയ മുട്ട ആവശ്യമായിട്ട് വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ചെറിയൊരു മുട്ട നമ്മൾ ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മുട്ടയുടെ ആ ഒരു ഫ്ലേവർ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്ലേവറിന് ആവശ്യമായിട്ട് ഞാൻ അല്പം വാനില എസൻസ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ അത്രയും മതിയാകും, അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഞാനിതിലേക്ക് ഒരു പിഞ്ച് അപ്പസോഡ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടി കൂട്ടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ചെറിയൊരളവിൽ മാത്രം യൂസ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്നാക്ക് പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ, പുറഭാഗം കറുത്ത് പോവും. അപ്പോൾ ഈ ഒരു അളവിൽ നമ്മളിതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു പൊടി മൊത്തമായിട്ടും ഇതിലൊന്ന് കുഴച്ചെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് വെള്ളമോ കാര്യങ്ങളൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. ഈ ഒരു മുട്ടയിൽ തന്നെ ഇത് നല്ലപോലെ വെറ്റായി കിട്ടും നമുക്ക്. ഈ ഒരു അളവിൽ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു നേരത്ത് നമുക്കിതിലേക്ക് കുറച്ച് എള്ള് ചേർത്ത് കൊടുക്കുക. നമുക്ക് ഏത് എള്ളാണോ നിങ്ങളുടെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇനി വെളുത്ത എള്ളാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം, കറുത്ത എള്ളുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കറുത്ത എള്ളാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂണോളം കറുത്ത എള്ള് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി എള്ളില്ല എന്നുണ്ടെങ്കിൽ ചെറിയ ജീരകം ചേർത്ത് കൊടുത്താൽ അതിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടും. എള്ള് കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊരു 2-3 മിനിറ്റോളം ഒന്ന് മാറ്റി വെക്കാം. അത് ജസ്റ്റ് ആ ഒരു മുട്ടയിൽ കടന്നിട്ട് നമ്മുടെ റവയൊന്ന് വീർത്ത് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ചെറിയ രീതിക്കൊന്ന് ഇതായി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുപോലെ ഒന്ന് മാറ്റി വെക്കാം. ഒരുപാട് ടൈമൊന്നും വേണ്ട, 1-2 മിനിറ്റ്, ഏറിപ്പോയാൽ 3 മിനിറ്റ് അത്രയും മതിയാവും. ഇത് നമ്മൾ ഒരു 3 മിനിറ്റിന് ശേഷം എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത്
കയ്യിൽ എണ്ണയോ അല്ലാന്നുണ്ടെങ്കിൽ വെള്ളമോ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒരു ഉരുള എടുക്കുക. ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ടോ വലിയ ഉരുളകളാക്കിയിട്ടോ നിങ്ങൾക്ക് എടുക്കാം. അത് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒരു ചെറിയൊരു എന്താ പറയുക, അതിൻ്റെ ആ ഒരു ഷേപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക, അത്രയും മതി. ഇല്ലെങ്കിൽ ഒരു കൈ വെച്ചിട്ട് തന്നെ അതാ ഇതുപോലെ ആക്കി കൊടുത്താൽ മതി. ഇതുപോലെ ഇനി നമ്മളിത് എണ്ണയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അതാ നമ്മൾ എണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആദ്യം തന്നെ നമ്മൾ എണ്ണ നല്ല പോലെ ചൂടായതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാൻ. എണ്ണ ചൂടായ ശേഷം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലേക്കാക്കി വെക്കണം. നമ്മൾ ലോ ഫ്ലെയിമിലാവുമ്പോഴാണ് നമുക്കത് നല്ലപോലെ വേവായി കിട്ടുള്ളൂ കേട്ടോ. ഉൾഭാഗമൊക്കെ വേവായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അത്യാവശ്യം നല്ലപോലെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇത് വേവിച്ച് കൊടുക്കുക. എല്ലാ ഭാഗവും ഒരേപോലെ ആകണ വരെ നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. നമുക്കിത് ഒരെണ്ണം വീതമോ അല്ലാന്നുണ്ടെങ്കിൽ 2 എണ്ണം 3 എണ്ണം ഒക്കെ ഒന്നിച്ച് തന്നെ നമുക്കിതിൽ ഫ്രൈ ആക്കി എടുക്കാൻ പറ്റും. ഇതാ കണ്ടില്ലേ, ഈ ഒരു പരുവത്തിൽ അങ്ങനെ തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ മധുരം ഒന്നും ഓവറായിട്ട് വരില്ല, പാകത്തിനുള്ള മധുരവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ അപ്പസോഡയൊക്കെ ഇടുമ്പോൾ വളരെ കുറഞ്ഞ അളവിലിടുക. അപ്പോഴേ നമുക്ക് ഈ ഒരു നല്ല ഭംഗിയുള്ള കളറിൽ കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എണ്ണയിലേക്ക് ഇടുന്നതോട് കൂടി തന്നെ അത് ഓവറായി പൊങ്ങി വരികയും പുറഭാഗം പെട്ടെന്ന് കറുത്ത് പോവുകയും ചെയ്യും. ഉൾഭാഗം ആവണീൻ്റെ മുന്നേ തന്നെ നമുക്കിത് നല്ല പോലെ പാകമായ മാതിരി തോന്നുകയും ചെയ്യും കേട്ടോ. ഇപ്പം ഞാൻ വളരെ ലോ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത്. ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മാത്രമാണ് ഉൾഭാഗത്തേക്കുള്ള വേവെത്തുള്ളൂ. അത്യാവശ്യം നമ്മൾ ഉരുളയാക്കി എടുക്കുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഉൾഭാഗത്തേക്ക് വേവെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ലോ ഫ്ലെയിമിലാക്കി ഇടണം കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു കളറായി കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഉൾഭാഗമൊക്കെ വെന്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി നമ്മൾ അടുത്തതും ഇതുപോലെ തന്നെ ചെയ്യണത്. എണ്ണ ലോ ഫ്ലെയിമിലാണെങ്കിൽ പോലും നല്ല ചൂടുണ്ട്. അപ്പോൾ നമ്മൾ പിന്നീട് ഹൈ ഫ്ലെയിമിലേക്ക് ആക്കി വെക്കേണ്ട ആവശ്യമില്ല. എണ്ണ ചൂടില്ലാതെ തോന്നുകയാണെങ്കിൽ മാത്രം നമ്മൾ ഹൈ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് എണ്ണ ചൂടായ ശേഷം പെട്ടെന്ന് തന്നെ കുറച്ച് കൊടുക്കാനും മറക്കരുത് കേട്ടോ. ഇതാ ഈ ഒരു പരുവത്തിലാക്കി കൊടുത്തിട്ട് മറിച്ചും തിരിച്ചിട്ട് നമ്മൾ ആക്കി കൊടുക്കുക. നമ്മൾ ആക്കി എടുക്കുന്ന ഷേപ്പ് പോലെ തന്നെ നമ്മളെ സ്നാക്ക് നല്ല ഷേപ്പിലായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ഷേപ്പാക്കി എടുക്കാൻ പറ്റിയ ഒരു തിക്നെസ്സിലല്ല നമ്മളെ മാവുള്ളത്. എങ്കിൽ പോലും നമ്മൾ കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് കൊടുത്താൽ തന്നെ ഇതാ ഇതുപോലെ നമുക്ക് നല്ല ഷേപ്പിലായിട്ട് നമ്മുടെ ഈ ഒരു സ്നാക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നണം. അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം തന്നെയാണ്. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങണതിനെക്കാട്ടിലും നല്ല ടേസ്റ്റിൽ നമുക്ക് കഴിക്കാൻ പറ്റിയ, ഏത് നേരത്തും കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. പിന്നെ നമുക്ക് എത്ര എണ്ണം വേണമെങ്കിലും എണ്ണയിലിട്ട് കൊടുക്കാം കേട്ടോ. തമ്മിൽ ഒട്ടിപ്പിടിക്കുക കാര്യങ്ങളൊന്നും ചെയ്യൂല. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിതാ ഇതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നമ്മുടെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളൊക്കെ അപ്ലോഡ് ആക്കിയതുണ്ട്. കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിച്ച് നിൽക്കരുത് കേട്ടോ. അത് ഈ ഒരു അളവിലാണ് നമുക്ക് ഈ ഒരു അളവിൽ നമ്മൾ ഉണ്ടാക്കിയപ്പോൾ സ്നാക്സ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഇനി ഞാനിത് പൊളിച്ച് കാണിച്ചു തരാം. ഉൾഭാഗമൊക്കെ നല്ല പോലെ തന്നെ ആയിട്ടുണ്ട്. കണ്ടോ, നല്ല സ്പോഞ്ച് മാതിരി ആയിട്ടുണ്ട് കേട്ടോ. ഉൾഭാഗമൊക്കെ നല്ല പോലെ തന്നെ ആയിട്ടുണ്ട്. നല്ല പഞ്ഞ് പോലെയാണ് ഉൾഭാഗം ഉള്ളത് കേട്ടോ. കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഇന്നത്തെ നമ്മുടെ സ്നാക്ക് ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.